ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ആൻസർ ഓപ്ഷൻ ഡി, സത്യമേവ ജയതേ. ഇനി അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്ന്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്ന്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ആൻസർ ഓപ്ഷൻ ബി, ആന. ഇനി അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ആൻസർ ഓപ്ഷൻ സി, 2005. ഇനി അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അതിൻ്റെ അപേക്ഷാ ഫീസ് 10 രൂപ. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനകം വിവരം നൽകണം. ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയ. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്രത്തിൻ്റെ ഹീരാലാൽ സമരിയ. ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുഷമ സിംഗ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ ഹക്കീം. സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലാണ് സംഘടന ഉണ്ടായത്. വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലാണ് ഇത് ഉണ്ടായത്. വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പ്രായപരിധി 65 വയസ്സ് അല്ലെങ്കിൽ 5 വർഷ കാലാവധി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഗവർണർക്ക്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്ക്. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ പാടില്ല. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്, 1997. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ തുടങ്ങിയവർ പങ്കുവഹിക്കുന്നുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം 10. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരങ്ങൾ വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്.
അപ്പം 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്? വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ള ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, പാർട്ട് 4A. ഇനി അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? അനുച്ഛേദം 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? അനുച്ഛേദം 16. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരം? 359. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരം? 359. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്? അനുച്ഛേദം 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്? അനുച്ഛേദം 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 19ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിന് ഇളവ് ലഭിക്കുന്ന പദവി? രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി? രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിക്കാണ് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നത്. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തര അവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം? അനുച്ഛേദം 352. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്? അനുച്ഛേദം 352. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? 21ാം അനുച്ഛേദം. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? 21ാം അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ? 157. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ? 5 മുതൽ 11 വരെ. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും
വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 21A. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ഡി 226. ഇനി അനുബന്ധ വിവരങ്ങൾ നോക്കാം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 32. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, പ്രോഹിബിഷൻ, സെർഷ്യൂട്ടറി. അങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. അനധികൃതമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അനധികൃതമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അടുത്തത് കോ വാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറണ്ടോ. അടുത്തത് പ്രോഹിബിഷൻ. പ്രോഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ് അർത്ഥം. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രോഹിബിഷൻ. ഇനി അടുത്തത് സെർഷ്യൂട്ടറി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂട്ടറി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂട്ടറി. LDC പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും ചോദിച്ച ക്വസ്റ്റ്യൻസാണ് അനുബന്ധ വിവരങ്ങളായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഭരണഘടനയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളെല്ലാം തന്നെ പ്രിലിമിനറിക്കും മെയിൻ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്.